നമ്മളൊരു വിഷയം ഉന്നയിച്ച് സമരം ചെയ്യുമ്പോൾ ആ വിഷയം ഉന്നയിക്കുമ്പോൾ ആ വിഷയം ശരിയായ വിഷയമാണെന്ന് തോന്നി നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും സമരത്തെ പിന്തുണച്ച് വന്നാൽ പിന്നെ അത് അവരുടെ സമരമായി മാറും. അതൊന്ന് BMS സമരമാണ് എന്ന് പറയുന്നത് അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. രണ്ടാമത്തെ BMS-നെ പിന്തുണയ്ക്കുന്നില്ലേ? BMS പിന്തുണച്ചാൽ എന്താന്നേ? BMS മാത്രമല്ല പിന്തുണയ്ക്കുന്നത്, കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്, കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്, ലീഗ് പിന്തുണയ്ക്കുന്നു. INTUC എന്താന്നേ? ചന്ദ്രശേഖരൻ എന്ന നേതാവ് എത്ര നല്ല നേതാവാണെന്ന് അന്വേഷിച്ചാൽ മതി. INTUC-യെ സ്മൃതി തള്ളി പറഞ്ഞോളൂ, ഞാൻ തള്ളി പറയില്ല. വേണ്ട, INTUC-യാണ് CIT-യേക്കാൾ വലുത്. INTUC-യും CIT-യും കേരളത്തിലെ തൊഴിലാളി വർഗ്ഗങ്ങൾക്കിടയിൽ അവർ ഇപ്പോഴും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വിശ്വാസതയുള്ള BMS എന്ന് പറയുന്ന ട്രേഡ് യൂണിയനെ സ്മൃതി അംഗീകരിച്ചോളൂ, പക്ഷേ അതിന്റെ ഞാനൊരു സമരം നടത്തുന്നു, ഞാൻ എന്റെ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം, എന്റെ അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിച്ച് ഞാനൊരു സമരം നടത്തുമ്പോൾ BMS-ന് തോന്നുകയാണ് നിങ്ങളോട് വരണ്ടെന്ന് ഞാൻ പറയില്ല. സ്മൃതിയെ കൊള്ളയടിക്കുന്ന ഒരാളും കൂടി സ്മൃതിയോടൊപ്പം നിന്ന് സമരം ചെയ്ത കേന്ദ്ര സംസ്ഥാന സർക്കാരിന് വിഹിതം നൽകുന്നില്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെ സാമ്പത്തിക എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ സ്മൃതി അത് നമുക്ക് നോക്കിയേ പറ്റൂ. ഒന്നിന്റെ മറുപടി കേക്കൂ. ഈ സമരം ആശാവർക്കർമാരുടെ ഈ സമരത്തിന് പിന്നിലുള്ള 2 ട്രേഡ് യൂണിയൻ സംഘടനകൾ ഏതൊക്കെയാ? ടു ബി ഫാക്ട് അത് സ്മൃതി പറയൂ. അതിലൊന്ന് SUC-യുടെ സംഘടനയാണ്, ഞാൻ അംഗീകരിച്ചു. രണ്ടാമത്തേതാ? BMS ആരല്ല അവിടെ സമരത്തിലിരിക്കുന്നത്? BMS ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. വീണ ജോർജിന് പോവുകയും BMS-ന്റെ പ്രവർത്തകർ ഈ സമരത്തിലുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ BMS SUC സമരം എന്ന് തന്നെയാണെന്ന് പറയുക. ഇനി അതിൽ ആരൊക്കെ ഇല്ല? INTUC-യും CIT-യും ഇല്ല. ഈ വസ്തുത പറയുന്നതിൽ എന്തിനാണ് സ്മൃതിക്ക് അസ്വസ്ഥത? എനിക്കൊരു അസ്വസ്ഥതയില്ല. താങ്കൾ അംഗീകരിക്കുന്ന ഫാക്ടാണ്. ആയിക്കോട്ടെ, വീണ ജോർജ് ആധികാരികമായ രേഖ. BMS-ന്റെ കത്താണ്. ശരി, എന്റെ അടുത്ത BMS-ന്റെ കത്താണ്. BMS പിന്തുണച്ചോട്ടെ. നിഷ്കളങ്കമായ അടുത്ത വാദം കൂട്ടേണ്ടതാണ്, കൂട്ടുമെന്നാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ചർച്ചയ്ക്ക് പോകുമ്പോൾ. ഒരു അക്ഷരം പറഞ്ഞില്ല. എത്ര കൂട്ടുമെന്നെങ്കിലും പറയുമോ മന്ത്രി എന്ന് ചോദിക്കുമ്പോൾ എന്റെ പോയിന്റ് കഴിഞ്ഞില്ല. അതവിടെ രണ്ടാമത്തത്, നിങ്ങൾ ഈ പറയുന്നല്ലോ 700 രൂപ മിനിമം വേതനം എന്നാവശ്യപ്പെടുന്നു. കേന്ദ്രമാണ് ചെയ്യേണ്ടത്. ശരി, കേന്ദ്രമാണ് ഇവരെ തൊഴിലാളികളായി നിശ്ചയിക്കേണ്ടത്. ഇവരുടെ അടിസ്ഥാന ആവശ്യം ഇപ്പോൾ തൊഴിലാളികളായി നിശ്ചയിക്കലല്ലെന്നേ, ഞങ്ങൾക്ക് ഓണറേറിയം കൂട്ടിത്തരൂ എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഒരു മിനിറ്റ് പറയട്ടെ. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ: സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയാക്കി ഉയർത്തും. അങ്കണവാടി, ആശാവർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ആരംഭിക്കും. അപ്പോൾ ഈ മിനിമം കൂലി 700 രൂപയാക്കും എന്നുള്ളത് കേന്ദ്രം നടപ്പാക്കേണ്ടതാണ് എന്ന് പറയുകയാണ് പ്രകടനപത്രികയിൽ. ഞാനിത് എന്തുകൊണ്ട് സ്മൃതി പറഞ്ഞില്ല എന്ന് ആലോചിച്ചിരിക്കുകയാണ്. LDF നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 2021. താങ്കൾ വായിച്ച പ്രകടന പത്രിക ഏതാണ്? ഞാൻ മന്ത്രി തന്നാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 2021 ആണല്ലോ വായിച്ചത്. അതെ, തൊഴിൽ നയവുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ പറഞ്ഞത്. മന്ത്രി വീണ ജോർജ് പുറത്തുവിട്ട തൊഴിൽ നയം മിനിമം കൂലി 700 രൂപയാക്കില്ല നടപടി സ്വീകരിക്കും. നടപടി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ സമരം ചെയ്യുന്നതാണോ? അങ്ങനെയാണോ പ്രകടനപത്രിക പറയുക? മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 890 പോയിന്റ് അല്ലേ ഈ പറഞ്ഞത്? ആണല്ലോ. ആ പോയിന്റിൽ 890 പോയിന്റിനോട് തുടർന്ന് 891 രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. അപ്പൊ 890 മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് ഈ ആശാവർക്കർമാരെ കുറിച്ചാണോ? മിനിമം കൂലി ആശാവർക്കർമാരില്ല ആണോ?
അല്ല, ആശാവർക്കർമാരെ കുറിച്ച് ആശാവർക്കർമാരെ കുറിച്ച് പറയുന്നില്ല. അവരെ കുറിച്ചാണ്. അല്ല പറ. വെറും തൊഴിലാളികൾ മിനിമം കൂലി കേരളത്തിൽ ജോലി ചെയ്യുന്നതിന് മിനിമം കൂലി എന്താണ്? മിനിമം കൂലി വരണമെങ്കിൽ എന്താ കണ്ടീഷൻ? കേരളത്തിൽ ജോലി സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഹരിയാനയിൽ സമരം ചെയ്യുമ്പോൾ അവിടെ 3000-26,000 രൂപയൊക്കെ സമരം ചെയ്തില്ല CITO? 700 അവിടെ 3000, 26,000 ആക്കാൻ ഹരിയാനയിൽ സമരം ചെയ്തു. ഹരിയാനയിൽ 3000, 7,000 ആക്കാൻ സമരം ചെയ്തു. ഓണറേറിയത്തിനാണ് സമരം ചെയ്തത്. CIT എന്തിനാണ് സമരം ചെയ്തത്? അതെ, ഓണറേറിയം മാത്രമല്ല, 3 മുദ്രാവാക്യങ്ങളാണ്. അതിലൊന്ന് ഗവൺമെന്റ് തൊഴിലാളികളായി പരിഗണിക്കുക, ഒരു മിനിറ്റ് ഗ്രാറ്റുവിറ്റി സമ്പ്രദായം കൊണ്ടുവരിക, ആയിക്കോട്ടെ ശമ്പളം ആയിക്കോട്ടെ. ഓണറേറിയം 3000-ൽ നിന്ന് 26,000 ആക്കാൻ പറഞ്ഞല്ലോ. ഇവിടെ 3 ഇരട്ടിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. സ്മൃതി പറഞ്ഞത് നന്നായി. തൊഴിൽ നയത്തിൽ 890 പോയിന്റിലാണ്, പ്രേക്ഷകർ കേൾക്കണം, നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒന്നാണ്. LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞില്ല, ഞാൻ ആ പ്രകടന പത്രികയാണ് വായിക്കുന്നത്. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർ എന്തല്ല? തൊഴിലാളികളല്ല. അപ്പൊ തൊഴിലാളികളല്ലാത്ത ആശാവർക്കർമാർക്ക് നിങ്ങളെക്കുറിച്ച് LDF പ്രകടന പത്രികയിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന കരുതി ഒരു തെറ്റായ വ്യാഖ്യാനം ചമയ്ക്കുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ പക്ഷം. ഇനി ആശാവർക്കർമാരെ കുറിച്ച് പറയുന്നുണ്ട്, അത് അടുത്ത പോയിന്റാണ്. 891 അംഗൻവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിന്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും തുടങ്ങി എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തിയില്ലേ? 500 ഭയങ്കരമാണ്. 9 വർഷമായല്ലോ. ഭയങ്കരമാണ് 7,000. അതെ, ഒരു നിമിഷം. UDF സർക്കാരിന്റെ കാലത്ത് നിങ്ങൾക്ക് UDF സർക്കാരിന്റെ കാലത്ത് സഭയിൽ 10,000 രൂപയാക്കാനുള്ള ആവശ്യം ഉന്നയിക്കാമല്ലോ സഭയിൽ, അല്ലേ? നിങ്ങൾ കേൾക്കൂ, സമാധാനമായിട്ട് കേൾക്കൂ. UDF സർക്കാരിന്റെ കാലത്ത് 1000 രൂപയ്ക്ക് ഒരു മാസം ഓണറേറിയം വാങ്ങിയിരുന്ന മനുഷ്യരാ ദിവസം 30-33 രൂപ മാത്രം. അന്നത്തെ ജോലി ഉണ്ടായിരുന്നു. ഇനി കേൾക്കൂ, ആ 33 രൂപ കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിരുന്ന ആളുകൾ 345-ഉം 425 രൂപ കൊണ്ട് കഴിയുന്ന 10-12 വർഷത്തിന് വ്യത്യാസം ഉണ്ടാവുന്നു. ആ വർധന കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കീമിൽ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് 7 മടങ്ങ് വർധനവ് ഓണറേറിയത്തിന്റെ കാര്യത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഒരു വീട്ടുജോലി ഏതെങ്കിലും ഒരു സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ? എത്രയാണ് മിനിമം? വീട്ടുജോലി അല്ല ഇവർ ചെയ്യുന്നത്. അതാണ് അടുത്ത തെറ്റിദ്ധാരണ. ഇവർ ഏതോ വീട്ടുജോലി ചെയ്യാനല്ല ഇവർ പോകുന്നത്. ഇവർ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സേവനം ചെയ്യുന്ന ആളുകളാണ്. അവരെ വീട്ടുജോലിക്കാരികൾ എന്ന് വിളിക്കരുത്. അവരുടെ ആരോഗ്യ ഞാൻ അതല്ല പറഞ്ഞു. വീട്ടുജോലിക്കാർക്ക് എത്രയാണ് മിനിമം കൊടുക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അസംഘടിത തൊഴിലാളികളുടെ പരിധിയിൽ അവരെ പെടുത്തണമെങ്കിൽ അവരെ തൊഴിലാളികളായി നിങ്ങൾ പരിഗണിക്കണം. എന്തൊരു സാങ്കേതികത്വമാണ്. അപ്പോൾ സാങ്കേതികത്വം തെറ്റായിട്ട് ഈ LDFന്റെ പ്രകടന പത്രിക വായിക്കുമ്പോൾ അത് കറക്റ്റാണെന്ന് പറയുമ്പോൾ സാങ്കേതികത്വം ആവുന്നത് എങ്ങനെയാ? ഈ പറഞ്ഞ പ്രകടന പത്രികയല്ലേ? രണ്ടും രണ്ടല്ലേ? എന്തിനാണ് നമ്മൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് അസംഘടിത തൊഴിലാളി വർഗമായിട്ട് ആശാവർക്കർമാരെ കാണണമെന്ന് നമ്മൾ പറയുന്നത്? അതാണ് അവരുടെ അവകാശം, അതാകണം അവകാശം. അതിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് BMSന്റെ പിന്തുണയോടുകൂടി SUCA നടത്തുന്ന ഒരു സമരത്തിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് എൻ്റെ ടേക്ക്. അതെൻ്റെ നിലപാടാണ്. എന്നാൽ അതേസമയം അവരുടെ ആവശ്യം ന്യായമാണ്. ആ ന്യായമായ അവകാശങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ന്യായമായി തന്നെയാണ് കൊണ്ടുവരേണ്ടത്. Meet the editors.